ഇപ്പൊ കാണാൻ അത് നല്ല ലുക്ക് ഉണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഫുള്ള് ബ്ലാക്ക് കളർ ആക്കിയിട്ടുണ്ട്. ലിഥിയം ബാറ്ററി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈസ്റ്റ്മാന്റെ സോളാർ സ്മാർട്ട് 1250 എന്ന് പറയുന്ന ഈ ഒരു മോഡലിനെ കുറിച്ചാണ് ഇന്നത്തെ എന്റെ വീഡിയോ. PWM ചാർജർ ഇൻബിൽട്ട് ആണ്. നമുക്ക് അത്യാവശ്യം വേണമെന്നുള്ള പാനൽസ് ഒക്കെ ഇതിനകത്ത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. പാനൽസ് MPPT ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു MPPT വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ KSEB ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. ഇതാണ് നമ്മുടെ പാക്കറ്റിനകത്ത് കമ്പനി പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ പാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഇത് കണ്ടോ, മൊത്തം ബ്ലാക്ക് കളർ. നേരത്തെ എന്ന് പറഞ്ഞാൽ മഞ്ഞ കളർ ആയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പഴയ മോഡലിനകത്ത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന മോഡലിനെ അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് വാറണ്ടി കാർഡ് നമ്മുടെ പഴയ ആ ഒരു മോഡലിൽ കൂടെ അതേ രീതിയിൽ തന്നെ നമുക്കൊരു വാറണ്ടി കാർഡ് നമുക്ക് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഇതിന്റെ സ്പെസിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് നമ്മുടെ ഡിസ്പ്ലേയിൽ എന്തൊക്കെ കാണിക്കും, അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ സ്വിച്ചിനകത്തെ പ്രവർത്തനങ്ങൾ, ഇതിനകത്ത് എത്ര വാട്ട്സ് സോളാർ പാനൽ നമുക്ക് കണക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കമ്പനി വ്യക്തമായിട്ട് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് സൈഡിലെ ആ ഒരു ഈ ഒരു പാനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മോഡലിന്റെ ആ ഒരു പാനല് അതേ ഡിസൈൻ ഒക്കെ അതേ രീതിയൊക്കെ തന്നെ ഏകദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കുറച്ച് മാറ്റം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറായി, മഞ്ഞയിൽ നിന്നും ബ്ലാക്കിലേക്ക് മാറി. സ്വിച്ച് നമുക്ക് ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും പഴയ രീതിയിൽ തന്നെ ഒരു സ്വിച്ചും ഇതുണ്ട്. അതുപോലെ ഇതിന്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറ്റി ഇതിന്റെ ആ ഒരു മോഡൽ നമ്പർ, അതായത് പേരും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. സോളാർ സ്മാർട്ട് 1250 എന്നാണ് ഈ ഒരു മോഡലിന്റെ അവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് എത്ര വാട്ട്സ് ഒക്കെ കണക്ട് ചെയ്യാമെന്നുള്ളതൊക്കെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് നോക്കിയിട്ട് പറയാം. പിന്നെ ഇതിന്റെ മുകളിൽ തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട് 150 mAh മുകളിലോട്ടുള്ള ബാറ്ററികൾ കണക്ട് ചെയ്യാനാണ് കമ്പനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് എബോവ് 150 മുകളിലോട്ടുള്ള ബാറ്ററി ഇതിനകത്ത് കണക്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് കമ്പനി ഇപ്പോഴും ഇറക്കിയിരിക്കുന്നത്. കൂളിംഗ് ഫാൻ ആണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ഒരെണ്ണം ഉണ്ട്, ബാക്ക് സൈഡിലും ഒരെണ്ണം ഉണ്ട്. അത് പഴയ മോഡലിനൊക്കെ അതേപോലെ ഉണ്ടായിരുന്നു. 2 ഫാൻ ഉണ്ട്, 1, 2. PWM ചാർജർ ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ടുണ്ട്. ഞാൻ ഇത് എടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഗുണം, അതായത് നമുക്ക് നോർമൽ ഒരു ഇൻവെർട്ടർ എടുക്കുന്നതും ഈ ഒരു ഇൻവെർട്ടർ എടുക്കുന്നതും തമ്മിൽ പൈസയ്ക്കാണെന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വേരിയേഷൻസ് ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പൊ ഇത് എടുത്താലുള്ള ഗുണം, ആവശ്യക്കാർക്ക് ഒരു ചെറിയ 12 വോൾട്ട് കാറ്റഗറിയിലുള്ള 200 240 വാട്ട്സിന്റെ ഒക്കെ 2 പാനൽ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ അത്യാവശ്യ കാര്യങ്ങളും ചാർജിങ് ഒക്കെ പകൽ ഉപയോഗിക്കാം. കറണ്ട് ഇല്ലാത്ത സമയത്ത് നമ്മുടെ ബാറ്ററിയിലെ ചാർജ് ഡ്രോപ്പ് ആവാതെ നമുക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിച്ച് പോകാം പകൽ സമയങ്ങളിൽ, കൊച്ചു വീടുകൾക്കൊക്കെ. അപ്പൊ അത്യാവശ്യം ഒരു നോർമൽ ഒരു വീടിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 600 വാട്ട്സ് പാനൽ ഇതിനകത്ത് കണക്ട് ചെയ്താലും നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഭംഗിയായിട്ട് ഓടും. കാരണം അങ്ങനെ ഉപയോഗിക്കുന്ന ഒരുപാട് വ്യക്തികളും ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ MPPT വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് MPPT വാങ്ങിക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സിസ്റ്റം വാങ്ങിച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാനൽ കണക്ട് ചെയ്യാം. അതല്ല വേറൊരു ഓപ്ഷൻസ് കൂടെ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് MPPT സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് അത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്കിപ്പോൾ MPPT ടെക്നോളജിയാണ് വേണ്ടത്, നമുക്ക് സെപ്പറേറ്റ് ഒരു MPPT വേണമെന്നുണ്ടെങ്കിൽ ബാറ്ററിയും നെഗറ്റീവ് പോസിറ്റീവും കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ ലിഥിയം ബാറ്ററി സപ്പോർട്ട് ചെയ്യും. അതായത് കോമ്പാക്ട് ആയിട്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ലെഡ് ആസിഡ് ബാറ്ററി ഉപയോഗിക്കുന്നെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. അതല്ല നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററി കംപ്ലൈന്റ് ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിഥിയം ബാറ്ററി കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവിടെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗുണമുണ്ട് കേട്ടോ. എടുത്തെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു PWM ചാർജർ ഇൻബിൽട്ട് ആണെന്ന് വിചാരിച്ചിട്ട് നമുക്കത് ഒരു ദോഷമായിട്ടൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. കാരണം വേണമെന്നുണ്ടെങ്കിൽ MPPT കണക്ട് ചെയ്യാം. ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. അതായത് KSEB ചാർജിങ് നമുക്ക് നമ്മുടെ ഈ ഒരു സിസ്റ്റം വഴി നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യേണ്ട, ഇപ്പോൾ രാത്രി കാലങ്ങളിൽ TOD ബില്ലിംഗ് ഒക്കെ വരുന്നവർക്ക്, അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് രാത്രി കാലങ്ങളിൽ നമുക്ക് KSEBയുടെ കറണ്ട് എടുത്ത് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇത് ഡിസേബിൾ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്റെ ഹൈബ്രിഡ് മോഡും അതുപോലെ തന്നെ ഇന്റലിജന്റ് സോളാർ മോഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ മോഡ് ഹൈബ്രിഡിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആദ്യം തന്നെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ചാർജിങ് ഹൈ ആംബിയർ സ്റ്റാൻഡേർഡ്, സാധാരണ നമുക്ക് 15 ആംബിയർ ഒക്കെയാണ് സാധാരണ നോർമലി ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ആംബിയറോടൊക്കെ ബൂസ്റ്റ് ചെയ്തെടുക്കാം. ചില സിസ്റ്റത്തിനൊക്കെ നമുക്ക് 10 ആംബിയർ ആണ് ചാർജിങ് വരുന്നത്, അത് നമുക്ക് 5 ആംബിയർ ആക്കി 15 ആംബിയർ ആക്കി ബൂസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു സിസ്റ്റം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ചാർജിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ ഹൈ ചാർജിങ്ങും ഉണ്ട്, ബൂസ്റ്റ് ചെയ്ത് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെ ബാറ്ററി, നമുക്ക് ഏത് ബാറ്ററിയാണ് കൊടുക്കേണ്ടതെന്നുള്ള ഒരു ഓപ്ഷൻസ് ഇവിടെ കിടപ്പുണ്ട്. ലിഥിയം ബാറ്ററി ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് താഴോട്ട് ഇത് സെലക്ട് ചെയ്തിടാം, മുകളിലോട്ട് കണക്ട് ചെയ്താൽ 2 വീലർ ബാറ്ററിക്ക്. അപ്പൊ അതിന്റെ ഒരു ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഇൻവെർട്ടർ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. പ്രൈസ് എല്ലാം ഏകദേശം ഒരുപോലെ ആണല്ലോ.
അപ്പോൾ ലിഥിയം ബാറ്ററി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാം. പിന്നെ ഈ താഴെ കാണുന്ന സ്വിച്ചിനകത്ത് ആദ്യം കാണുന്ന പറഞ്ഞാൽ ഗ്രിഡ് ചാർജിങ്ങിന്റെ എനേബിളും ഡിസബിളും ആണ്. അപ്പോൾ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് KSEB നിന്നായിരിക്കും ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് കറണ്ട് കൊടുക്കുന്നത്. ഡിസബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് KSEB നിന്ന് ചാർജ് എടുക്കത്തില്ല. നമ്മുടെ സോളാർ പാനൽ കണക്ട് ചെയ്യുന്ന ആ ഒരു പവറിൽ തന്നെയായിരിക്കും ബാറ്ററി ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വൈഡ് നാരോ, അത് നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു മോഡാണ് വൈഡ് നാരോ. നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ടൈമിങ്, അതായത് ചേഞ്ച് ഓവർ ആവുന്ന ടൈമിങ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഈ വൈഡ് നാരോ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹോം അവേ ഡിസബിൾ എനേബിൾ ഉണ്ട്. ഹോം അവേ അതായത് നമ്മൾ ഈ ഒരു ഇൻവെർട്ടർ കണക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു മാസം നമ്മൾ പുറത്ത് പോകുന്നു, നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി 10 ദിവസം സ്റ്റേ ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബാറ്ററി ഡ്രോപ്പ് ആവാതെ നമ്മുടെ ഒരു ബാറ്ററിയെ സേവ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഒരുപാട് കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് കമ്പനി ഇതുപോലൊരു മോഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹോം അവേ എന്ന് പറയുന്നത്. അത് ഡിസബിൾ ചെയ്യാനും എനേബിൾ ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. താഴോട്ട് എനേബിളും മേലോട്ട് ഡിസബിളും ആണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ആ ഒരു സ്വിച്ചിന്റെ കാര്യങ്ങൾ പറയാൻ. പിന്നെ 16 ആംസിന്റെ ഒരു 3 പിൻ പ്ലഗ് ആണ് നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്നത്. ബാക്ക് സൈഡിൽ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാനായിട്ട് 6ഉം 16 ആംപിയറിന്റെ ഒരു സോക്കറ്റ് നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓവർലോഡ് പ്രൊട്ടക്ഷൻ, അതായത് അധികപ്പറ്റ് ലോഡ് വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർലോഡ് ട്രിപ്പ് ആവും, ജസ്റ്റ് പുഷ് ചെയ്താൽ മതി. അതുപോലെ തന്നെ സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ള നല്ലൊരു കണക്ടർ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവും ഇവിടെ മാർക്ക് ചെയ്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് റൈറ്റ് സൈഡിലും നെഗറ്റീവ് ലെഫ്റ്റ് സൈഡിലും. അത് വെച്ചാൽ നമുക്ക് ഈ ഒരു വയർ മാറി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു റെഡ് നമുക്കൊരു LED ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. PV റിവേഴ്സ് എന്നാണ്. അതായത് നെഗറ്റീവ് പോസിറ്റീവ് അങ്ങോട്ട് മാറിപ്പോയാൽ ഈ ലൈറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ അതിവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പുറകിൽ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ തന്നെ മോഡൽ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാനത് ഫോട്ടോ എടുത്തിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് അതിനകത്ത് കൊടുത്തിരിക്കാം വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാം. VOC റേഞ്ച് കൊടുത്തിട്ടുണ്ട്. VOC റേഞ്ച് നമുക്ക് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ 17 മുതൽ 27 വോൾട്ട് വരെയുള്ള കാറ്റഗറിയിൽ വരുന്നത് നമുക്ക് 925 എന്ന് പറയുന്ന മോഡൽ, 1250 എന്ന് പറയുന്ന മോഡൽ, 1400 എന്ന് പറയുന്ന മോഡൽ, 1800 എന്ന് പറയുന്ന മോഡൽ. ഇത്രയും വരുന്നതെന്ന് പറഞ്ഞാൽ 17 വോൾട്ട് മുതൽ 27 വോൾട്ട് വരെയാണ് അതിന്റെ നമ്മുടെ പിന്നെ സോളാർ പാനലിന്റെ ആ ഒരു വോൾട്ടേജ് റേഞ്ച് പറയുന്നത്. പിന്നെ വാട്ട്സ് മാക്സിമം PV പവർ കൊടുക്കുന്ന ആ ഒരു കപ്പാസിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ. അതായത് 900 വാട്ട്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 150 വാട്ട്സിന്റെ 6 പാനൽ കൊടുക്കാവുന്ന ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 825 വാട്ട്സ് ആണെന്നുണ്ടെങ്കിൽ 165ന്റെ 5 പാനൽ കൊടുക്കാവുന്ന കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ഇതേ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ആയിട്ട് എത്ര പാനലാണ് കൊടുക്കേണ്ടതെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഇതേ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന് മുകളിലോട്ടുള്ള 1400 എന്ന് പറയുന്ന മോഡൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1050 വാട്ട്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മറ്റേ അടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് 990 വാട്ട്സ്, അതായത് 150 വാട്ട്സ് ആണെങ്കിൽ അത് കൊടുക്കാനുള്ള 7 പാനൽ, 165 വാട്ട്സ് ആണെങ്കിൽ 6 പാനൽ. അപ്പോൾ ആ പാനൽ എത്രണ്ണം കൊടുക്കാവുന്ന വരെ കമ്പനി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ചാർജർ വരുന്നത് 50 ആംപിയർ ആണ്. PWM ചാർജറാണ്. 50 ആംപിയർ ആണ് ഇതിനകത്ത് കമ്പനി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അതായത് ഇതിനകത്ത് എന്ത് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ 36 മാസം വാറണ്ടി അവിടെ കൊടുത്തിട്ടുണ്ട്. 120 മാസമാണ് ട്രാൻസ്ഫോമർ വാറണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മോഡലിനെ കുറിച്ച് എനിക്ക് ഇത്രയൊക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത്. പഴയതുമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, ഇതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് വെച്ചാൽ മോഡൽ നമ്പർ മാറിയിട്ടുണ്ട്, പേര് മാറ്റിയിട്ടുണ്ട്, അതുപോലെ കളർ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് ഞാൻ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി.